ആന കേരളത്തിന്റെ സംസ്ഥാന മൃഗമാണ്. മലമുഴക്കി വേഴാമ്പൽ സംസ്ഥാന പക്ഷിയും. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വിസ്മയകരമായ പ്രഖ്യാപനത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് സ്വന്തമായ ഒരു സംസ്ഥാന ബാക്ടീരിയ വരുന്നു. സൂക്ഷ്മാണുക്കളുടെ ലോകത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്കിപ്പുറം ഓരോ മലയാളി പിറവിക്കും അഭിമാനിക്കാവുന്ന മറ്റൊരു നാഴികക്കല്ല് കൂടിയാണിത്. ജനുവരി 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയയെ പ്രഖ്യാപിക്കും. ബാക്ടീരിയകൾ എന്ന് കേൾക്കുമ്പോൾ രോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന കാലം കഴിഞ്ഞു. നമ്മുടെ ആരോഗ്യത്തിനും കൃഷിക്കും വ്യവസായത്തിനും ഗുണകരമായ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കൾ പ്രകൃതിയിലുണ്ട്. ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ഡയറക്ടർ ഡോക്ടർ സാബു തോമസ് മുന്നോട്ട് വെച്ച ഈ നൂതനമായ ആശയത്തിന് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ അംഗീകാരം നൽകുകയായിരുന്നു. ഏതെങ്കിലും ഒരു ബാക്ടീരിയയെ ചുമ്മാ തിരഞ്ഞെടുക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇതിനായി ശാസ്ത്രജ്ഞരും ജൈവവൈവിധ്യ ബോർഡ് പ്രതിനിധികളും അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയെ തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ബാക്ടീരിയയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അത് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ രോഗമുണ്ടാക്കുന്നതാകരുത്. കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും നമ്മുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടതുമാകണം. കൃഷിയിലോ വ്യവസായത്തിലോ വലിയ സാമ്പത്തിക മൂല്യമുള്ളതും പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരിക്കണം. ഇന്ത്യക്ക് നിലവിൽ സ്വന്തമായി ഒരു ബാക്ടീരിയയുണ്ട്, ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി. സമാനമായ രീതിയിൽ കേരളത്തിന്റെ തനതായ ബാക്ടീരിയയെ കണ്ടെത്തുന്നതിലൂടെ ശാസ്ത്ര പഠന രംഗത്തും ഗവേഷണ മേഖലയിലും വലിയൊരു ഉണർവുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. കേരളത്തിന്റെ മണ്ണിലും ജലത്തിലും കാണപ്പെടുന്ന കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളിൽ നിന്ന് ഏറ്റവും ഗുണകരമായ ഒന്നിനെ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ദഹന പ്രക്രിയ മുതൽ മലിനീകരണ നിയന്ത്രണം വരെ നീളുന്ന ബാക്ടീരിയകളുടെ സേവനം പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. ഈ പ്രഖ്യാപനത്തോടെ സൂക്ഷ്മ ജീവശാസ്ത്രത്തിന്റെ പ്രാധാന്യം പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് എത്തുകയാണ്. കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെ പുതിയൊരു അധ്യായത്തിന് ജനുവരി 23-ന് തുടക്കമാകും. ഈ പുതിയ അതിഥിയെ സ്വീകരിക്കാൻ നമുക്ക് കാത്തിരിക്കാം.